കുട്ടികൾക്കുമെതിരായ അക്രമങ്ങൾക്കുൾപ്പെടെ ജയിലിൽ പോയ ശേഷം പകുതി കാലം പോലും ശിക്ഷ അനുഭവിക്കാതെ കുറ്റവാളികൾ പുറത്തേക്ക് വരികയാണ്. ഇവരെ ഇപ്രകാരം തുറന്നുവിടുന്നത് നൂറുകണക്കിന് ഇരകൾക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരിക്കും. കാരണം ലേബർ ഗവൺമെന്റിന്റെ തടവുകാരുടെ കൂട്ടമോചനത്തിന് ഇരകൾക്ക് യാതൊരു മുന്നറിയിപ്പും നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത. ഇത് പല ഇരകൾക്കും ഷോക്കായി മാറുമെന്ന് ലണ്ടൻ വിക്ടിം കമ്മീഷണർ ക്ലെയർ വാക്സ്മാൻ മുന്നറിയിപ്പ് നൽകി. കുറ്റവാളികൾ നേരത്തെ പുറത്തിറങ്ങുമെന്ന് ഇവർക്ക് അറിവില്ല. ഇരകൾക്ക് സുരക്ഷ ഉറപ്പാക്കിയില്ല എങ്കിൽ അപകടങ്ങൾ തുടർന്നും ഉണ്ടാകാമെന്നും വാക്സ്മാൻ ചൂണ്ടിക്കാണിച്ചു. അടുത്ത 6 ആഴ്ച കാലത്ത് 5000-ലേറെ തടവുകാരാണ് ജസ്റ്റിസ് സെക്രട്ടറി ഷബാന മുഹമ്മദിന്റെ പദ്ധതി പ്രകാരം മോചിതരാകുന്നത്. ബ്രിട്ടനിലെ ജയിലുകൾ തടവുകാരെ കൊണ്ട് നിറഞ്ഞ് സ്ഥലപരിമിതി നേരിട്ട പ്രതിസന്ധി അയക്കുവാനാണ് ഈ തീരുമാനം. എന്നാൽ ഗുരുതര അക്രമികൾ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമായി പുറത്തു വരുമെന്നതാണ് പ്രശ്നമായി മാറുന്നത്. ഇതിന്റെ ആദ്യ ഭാഗമായി 1750 തടവുകാർ ഇന്ന് ഇംഗ്ലണ്ടിലും വെയിൽസിലും തെരുവിലേക്ക് ഇറങ്ങും. 40% മാത്രം തടവ് ശിക്ഷ അനുഭവിച്ചാണ് കുറ്റവാളികൾ സ്വാതന്ത്ര്യം നേടുന്നത്. അക്രമങ്ങൾ, കവർച്ച, മോഷണം എന്നീ കുറ്റങ്ങൾ നടത്തിയവർ മോചിതരാകും. ഗാർഹിക പീഡനം നടത്തിയ സ്ഥിരം കുറ്റവാളികളും പുറത്തിറങ്ങുമെന്നത് ഇരകൾക്ക് ഇരുട്ടടിയാകും. യുകെയിലെ ജയിലുകളിൽ തിരക്ക് അനിയന്ത്രിതമായതോടെയാണ് സ്ഥലം ഒപ്പിച്ചെടുക്കാൻ തടവുകാരെ ശിക്ഷാ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് വിട്ടയക്കുന്നത്. തടവ് ശിക്ഷയുടെ 40-45% അനുഭവിച്ചു കഴിഞ്ഞാൽ തടവുകാരെ സ്വാഭാവികമായി വിട്ടയക്കാനുള്ള ഗവൺമെന്റ് സ്കീം പ്രകാരമാണ് ഇത് നടപ്പിലാക്കുന്നത്. വിട്ടയക്കുന്നവരിൽ പങ്കാളികളെ ക്രൂരമായി ആക്രമിച്ച് രസിച്ചവരുണ്ട് എന്നാണ് ടൈംസിന്റെ റിപ്പോർട്ട്. ആക്രമിക്കുന്നതിൽ രസം കണ്ടെത്തുന്നതായി പങ്കാളിയോട് പറഞ്ഞ അക്രമിയും പങ്കാളിയെ ശ്വാസം മുട്ടിച്ച് താടിയെല്ല് പൊട്ടിക്കുകയും ചെയ്ത പ്രതി വരെ മോചിപ്പിക്കപ്പെടുന്നതായി റിപ്പോർട്ടുകളിൽ വ്യക്തമായിരുന്നു. പങ്കാളിയെ വർഷങ്ങളോളം മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചതിന് അകത്തായ കോർണർ ഷോ തനിക്ക് വിധിക്കപ്പെട്ട 32 മാസത്തിന് പകരം വെറും 13 മാസത്തെ ശിക്ഷ പൂർത്തിയാക്കി പുറത്തിറങ്ങുമെന്നതാണ് കീർ സ്റ്റാർമറുടെ പദ്ധതി സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാഘാതം. മുൻപ് 50% ശിക്ഷ അനുഭവിച്ചവരെ വിട്ടയച്ച സ്ഥാനത്താണ് ഇത് 40% ചുരുക്കുന്നത്. ജയിലുകളിൽ തിരക്കേറിയതോടെയാണ് അടിയന്തര പദ്ധതി നടപ്പിലാക്കി ശിക്ഷ വെട്ടിക്കുറച്ച് തടവുകാരെ വിട്ടയക്കാൻ ഗവൺമെന്റ് നിർബന്ധിതമായത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.